ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിർസാപൂർ എന്ന വെബ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാലിം ബയ്യെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്ന ഗുണ്ടുവിനെയും ബബ്ലുവിനെയുമാണ് കാണിക്കുന്നത്. കാലിം ബയ്യ അവരോട് അവരുടെ വീട്ടിൽ വെച്ച് എന്താണ് സംഭവിച്ചത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഗുണ്ടു മുന്ന അവരുടെ അച്ഛൻ്റെ നേരെ വന്നിട്ടാണ് അവർ അയാളെ ആക്രമിച്ചത് എന്ന കാര്യമെല്ലാം കാലിം ബയ്യയുടെ മുഖത്ത് നോക്കി പറയുന്നു. അതോടൊപ്പം ഇനിയും ആക്രമിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നാൽ ഇനിയും തല്ലെല്ലാം ലഭിക്കും എന്ന് വാണിംഗ് എല്ലാം കൊടുക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന മുന്ന കാലിം ബയ്യയുടെ മുമ്പിൽ വെച്ച് ഗുണ്ടുവുമായി ഒരു ഫൈറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ മക്ബൂൽ ഇടപെട്ട് മുന്നയെ അവിടെ നിന്നും പിടിച്ചെല്ലാം മാറ്റുന്നു. കാലിം ബയ്യ അവരോട് അവരുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഗുണ്ടു തനിക്ക് മിസ്റ്റർ മിർസാപൂർ ആവാനുള്ള പ്രിപ്പറേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തെന്നും ബബ്ലു കോളേജിൽ അക്കൗണ്ടൻസി ടോപ്പറാണ് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട കാലിം ബയ്യ അയാളോടൊപ്പം ജോലി ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നു. അവർ ഈ ഓഫറിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി അവിടെ നിന്നും കുറച്ചു നേരത്തേക്ക് മാറിയെല്ലാം നിൽക്കുന്നു. കാലിം ബയ്യ ഈ ഓഫർ എല്ലാം കൊടുക്കുന്നത് മുന്നയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ കച്ചിത് മാറിയിരുന്ന് കാലിം ബയ്യ തന്ന ഓഫറിനെ പറ്റിയെല്ലാം ചിന്തിക്കുന്ന ഗുണ്ടുവിനെയും ബബ്ലുവിനെയുമാണ് കാണിക്കുന്നത്. ബബ്ലു ഗുണ്ടുവിനോട് നമുക്ക് ഈ ഓഫർ എല്ലാം വേണ്ട എന്ന് വെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുമെല്ലാം പറയുന്നു. എന്നാൽ ഗുണ്ടു കാലിം ബയ്യയെ പിണക്കിയിട്ട് മിർസാപൂറിൽ ജീവിക്കുന്നത് എളുപ്പമല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അവിടെ കച്ചിത് അവരുടെ വീട്ടിൽ കയറി മോശമായിട്ടെല്ലാം സംസാരിച്ചതിന്റെ പേരിൽ മുന്നയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന കാലിം ബയ്യയാണ് കാണിക്കുന്നത്. ആ സമയം ഗുണ്ടുവും ബബ്ലുവും വന്ന് അവർ ജോലിയിൽ കയറാൻ വേണ്ടി റെഡിയാണ് എന്ന കാര്യമെല്ലാം കാലിം ബയ്യയോട് പറയുന്നു. ജോലിയിൽ ചേരാൻ വേണ്ടി സമ്മതിച്ചതിന്റെ പേരിൽ കാലിം ബയ്യ അവർക്ക് തോക്കും ബൈക്കും എല്ലാം സമ്മാനമായി കൊടുക്കുന്നു. അവിടെ കച്ചിത് വീട്ടിൽ വിഷമിച്ച് വീഡിയോ ഗെയിം എല്ലാം കളിച്ചിരിക്കുന്ന മുന്നയുടെ അടുത്തേക്ക് കാലിം ബയ്യ ഫുഡുമായി ചെല്ലുന്നു. അയാൾ അവനോട് ഒരിക്കൽ നിന്റെ ആഗ്രഹം പോലെ മിർസാപൂർ നിനക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പെല്ലാം കൊടുക്കുന്നു. എന്നാൽ മുന്ന അവർക്ക് ജോലിയെല്ലാം കൊടുത്തതിന്റെ പേരിൽ കാലിം ബയ്യയോട് ഷൗട്ട് ചെയ്യുന്നു. കാലിം ബയ്യ അവരെ ഇപ്പോൾ ഹയർ ചെയ്തിരിക്കുന്നതിൽ ഭാവിയിൽ നിനക്ക് ഉപയോഗമുണ്ടാവാൻ വേണ്ടിയാണ് എന്നെല്ലാം പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ പണ്ഡിത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ഓഫീസിലേക്ക് ചെന്നിരിക്കുന്ന ഗുണ്ടുവിനെയും ബബ്ലുവിനെയുമാണ് കാണിക്കുന്നത്. അവർ കാലിം ബയ്യയ്ക്ക് വേണ്ടി ഇനി ജോലി ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യമെല്ലാം അവരുടെ അച്ഛനോട് പറയുന്നു. ഇത് കേട്ട പണ്ഡിറ്റ് നിങ്ങൾക്ക് ബോധമൊന്നുമില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ അവിടെ വെച്ച് വഴക്കെല്ലാം പറയുന്നു. എന്നാൽ അവർ കാലിം ബയ്യയെ പിണക്കിക്കൊണ്ട് മിർസാപൂറിൽ ജീവിക്കുന്നത് എളുപ്പമല്ലെന്നും അവർ കുടുംബത്തിന്റെ സുരക്ഷ നോക്കിയിട്ടാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചത് എന്നെല്ലാം അച്ഛനോട് പറയുന്നു. അവിടെ കച്ചിത് കോളേജിലെ പ്രിൻസിപ്പളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന മുന്നയെയാണ് കാണിക്കുന്നത്. ആ സമയം പ്രിൻസിപ്പൽ മുന്നയ്ക്കെതിരെ നോമിനേഷൻ എല്ലാം കൊടുത്തിരുന്ന കാൻഡിഡേറ്റ് ഇലക്ഷനിൽ നിന്നും പിന്മാറി എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട മുന്ന ഒന്നും അറിയാത്തതുപോലെ തന്റെ കോമ്പറ്റീഷൻ കുറഞ്ഞു പോയല്ലോ എന്ന് പ്രിൻസിപ്പളോട് പറയുന്നു. അവിടെ കച്ചിത് സ്വീറ്റിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന മുന്നയെയാണ് കാണിക്കുന്നത്. മുന്ന തൊട്ടപ്പുറത്തെ തിയേറ്ററിൽ പുതിയ മൂവി എല്ലാം റിലീസ് ആയിട്ടുണ്ടെന്നും അത് കാണാൻ പോകാൻ വേണ്ടിയെല്ലാം സ്വീറ്റിയെ കൂടെ വിളിക്കുന്നു. സ്വീറ്റി ഈ കോളേജിൽ ഇത്രയും പെൺപിള്ളേരുണ്ടായിട്ടും എന്തിനാണ് അവളെ വിളിക്കുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. മുന്ന അവിടെ വെച്ച് സ്വീറ്റിയെ പ്രപ്പോസ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അത്തരം കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവനെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. തന്നെ ഇഷ്ടമല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞതുകൊണ്ട് മുന്നയ്ക്ക് അതിൽ വളരെയധികം വിഷമമാവുന്നു. അവിടെ കച്ചിത് ആ ഇൻസ്പെക്ടറെയാണ് കാണിക്കുന്നത്. അയാൾ കാലിം ബയ്യയുടെ ഗൺ ഡീലറെ മീറ്റ് ചെയ്തുകൊണ്ട് പുതിയതായി വന്ന തോക്കുകളിൽ നിന്ന് അയാളുടെ ആവശ്യത്തിനുള്ള തോക്കെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ കച്ചിത് കാലിം ബയ്യയുടെ ഗൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും പൈസയെല്ലാം മേടിക്കുന്ന അയാളുടെ അക്കൗണ്ടന്റിനെയാണ് കാണിക്കുന്നത്. ആ സമയം മുന്ന കാലിം ബയ്യയെ കോൾ ചെയ്തുകൊണ്ട് അവരുടെ ബേൽപൂർ സെക്ടറിലെ ഗൺ ഡിസ്ട്രിബ്യൂട്ടർക്ക് കുറച്ച് പൈസയെല്ലാം കൊടുക്കാനുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇതിൽ എന്തോ സംശയമെല്ലാം തോന്നിയ കാലിം ബയ്യ അക്കൗണ്ടന്റിനോട് ബേൽപൂർ സെക്ടറിൽ പേയ്മെന്റ് പെൻഡിംഗ് ഉണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ പേയ്മെന്റ് ഒന്നും പെൻഡിംഗ് ഇല്ല എന്ന കാര്യമെല്ലാം മനസ്സിലാക്കിയ കാലിം ബയ്യ മുന്ന പൈസ എല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് തന്നെ കോൾ ചെയ്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫോണിലൂടെ അവനെ വഴക്കെല്ലാം പറയുന്നു. തന്റെ അച്ഛൻ തന്നെ വഴക്ക് പറഞ്ഞതിന്റെ വിഷമത്തിൽ മുന്ന കൂട്ടുകാരുടെ അടുത്ത് യാത്രയെല്ലാം പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവിടെ കച്ചിത് ഗുണ്ടുവിനെയും ബബ്ലുവിനെയുമാണ് കാണിക്കുന്നത്. അവർ മരിച്ച വരന്റെ വീട്ടുകാരെ ചെന്നെല്ലാം കണ്ട് അവരോട് കേസെല്ലാം പിൻവലിക്കാൻ വേണ്ടി പറയുന്നു. പൈസ എല്ലാം ഓഫർ ചെയ്ത് നോക്കിയിട്ടും അവർ കേസൊന്നും പിൻവലിക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന ഗുണ്ടു തോക്കെല്ലാം എടുത്ത് അവരെ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. കുറെ നേരത്തെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവർ കേസെല്ലാം പിൻവലിക്കാൻ വേണ്ടി സമ്മതിക്കുന്നു. അവിടെ കച്ചിത് വീട്ടിൽ മുന്നയെ അന്വേഷിക്കുന്ന കാലിം ബയ്യയാണ് കാണിക്കുന്നത്. ആ സമയം അയാൾ മുന്ന വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മക്ബൂലിനോട് മുന്നയെ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. ഇതേ സമയം സെറീനയോടൊപ്പം റൊമാൻസ് എല്ലാം ചെയ്യുന്ന മുന്നയെയാണ് കാണിക്കുന്നത്. അവിടെ കച്ചിത് മിർസാപൂറിന്റെ തൊട്ടപ്പുറത്തുള്ള ഗ്രാമമായ
ജോൺപൂരാണ് കാണിക്കുന്നത്. അവിടെ ആ നാട്ടിലെ ഡോണായ രതിശങ്കർ തന്നെ ചതിച്ചതിന്റെ പേരിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കൊല്ലുന്നതാണ് കാണിക്കുന്നത്. ആ സമയം കാലിംബയ്യ അയാളെ കോൾ ചെയ്തുകൊണ്ട് മുന്ന അയാളുടെ കസ്റ്റഡിയിലുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അയാൾ മുന്ന തനിക്ക് സ്വന്തം മോനെ പോലെയാണെന്നും അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യില്ല എന്നെല്ലാം കാലിംബയ്യയോട് പറയുന്നു. ഇതേ സമയം റൊമാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന മുന്നയെ ഒരാൾ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നു. എന്നാൽ മുന്ന എങ്ങനെയൊക്കെയോ അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അത്രയും കാണിച്ചുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.